ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നോമ്പ് ഒന്നിൻ്റെ ഇഫ്താർ വിശേഷങ്ങളാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ടുള്ള വിഭവങ്ങളുടെ റെസിപ്പീസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മെയിൻലി നമ്മുടെ ബീഫ് വറുത്തച്ച കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നോമ്പ് തുടങ്ങിയാൽ ഒട്ടുമിക്ക വീട്ടിലും പത്തിരിയും അതുപോലെ തന്നെ ബീഫ് കറിയും തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ ഇന്ന് പത്തിരിയും ബീഫ് കറിയും തന്നെയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ അത് 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ടുള്ള കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വലിയ ഉള്ളി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് തന്നെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ചോപ്പ് ചെയ്തെടുക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇങ്ങനെ ചതച്ചിടണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം കൂടി ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ മീറ്റ് മസാല, ഇത്രയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ മീറ്റ് മസാല നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഈ മസാലപ്പൊടികളൊക്കെ കുറച്ചും കൂടി അളവ് കൂട്ടിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതാ ഇതിലേക്ക് ഒരു 2 തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടുതലായിട്ട് വെള്ളം ചേർക്കണ്ട, നമ്മുടെ ബീഫിൽ നിന്ന് അത്യാവശ്യം നന്നായിട്ട് വെള്ളം വരും. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ബീഫ് അവിടെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത് 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകം, ഒരു 2 ഏലക്ക, പിന്നെ ഇതിലേക്ക് 2 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ കറിവേപ്പില നന്നായിട്ട് പൊടിഞ്ഞു പോകുന്ന രൂപത്തിലാവുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യട്ടോ. ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുക. ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ബീഫ് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ തിളച്ച് വരട്ടെ കേട്ടോ. അത് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഉള്ള വറവൊന്ന് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതാ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതിപ്പോൾ വറവിട്ടെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അത് ഇതിലേക്ക് മിക്സ് ആക്കുക. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ഒരു പിടി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് പുതിനയിലയും കൂടെ മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കുക. അപ്പോൾ നമ്മുടെ ബീഫ് വറുത്തരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇതാ ഇനിയിപ്പോൾ പത്തിരി ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ പത്തിരിയും കറിയൊക്കെ റെഡി ആയതിന് ശേഷം പിന്നെ സമൂസ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ആദ്യം തന്നെ ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പിന്നെ ഈ സമൂസയുടെ റെസിപ്പി ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ നോമ്പിന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ പ്രാവശ്യം ഒരേ റെസിപ്പി തന്നെ ഇൻക്ലൂഡ് ചെയ്യേണ്ടെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ആവശ്യമുള്ളവർ അതൊന്ന് പോയി ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സമൂസ നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്.
അങ്ങനെ ഇപ്പോൾ നോമ്പ് തുറക്കാനുള്ള ടൈമായി. അപ്പോൾ സാധനങ്ങളൊക്കെ ടേബിളിൽ കൊണ്ടുപോയി വെക്കുകയാണ്. ഇന്ന് സച്ചു നോമ്പൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവനക്ക് ഇഷ്ടമാണ് സമൂസ, അവൻ പറഞ്ഞിട്ടാണ് സമൂസയൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കൊണ്ടുപോയി വെക്കുകയാണ്. ഇനിയിപ്പോൾ നോമ്പ് തുറക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക് യു.